ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. കമ്മിറ്റി റിപ്പോർട്ട് ആളിക്കത്തുന്നു. പ്രതികരണവുമായി നേതാക്കളും എത്തി. അന്വേഷണ കമ്മീഷനുകൾക്ക് മേൽ അടിയിരിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റേതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. നയരൂപീകരണ സമിതിയിൽ MLA മുകേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരെ ആഞ്ഞടിച്ച് ഷാഫി പറമ്പിൽ MP. വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് നടത്തിയത് SP ഓഫീസ് മാർച്ച്. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുൺ. പിണറായി സർക്കാർ പീഡനങ്ങളിൽ പ്രതികരിക്കുന്നത് കൊടിയുടെ നിറം നോക്കിയെന്ന വിമർശനവുമായി K. സുധാകരൻ MP. റിപ്പോർട്ട് സർക്കാർ വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും രംഗത്താണ്. കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങൾക്ക് അടിസ്ഥാന കാരണം CPIM എന്ന് BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന യൂട്യൂബിൽ തരംഗമാകുന്നു. 15 ദിവസം കൊണ്ട് സിനിമ കണ്ടത് 15 ലക്ഷത്തിലേറെ പേർ. സന്തോഷമുണ്ടെന്ന് അണിയറ പ്രവർത്തകർ. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണം. പ്രതിഷേധ ധർണയുമായി നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ. 20,000 മീറ്റർ അതിവേഗ നടത്തം റേസ് വാക്ക് മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ഹസീന അലിയമ്പത്തിന് സ്വീകരണം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ധർമ്മടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. നോക്കാം വിശദമായ വാർത്തകൾ. നാടിനെ ആകെ ഇളക്കിമറിച്ച ഒരു വാരമായിരുന്നു കടന്നുപോയത്. പല പ്രമുഖരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീണു. പലരും ഇപ്പോൾ പുകമറക്കുള്ളിൽ തന്നെയാണുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ചർച്ചകൾ സജീവമായി തന്നെ തുടരുന്നുണ്ട്. നമുക്കും പോയ വാരത്തെ ഈ റിപ്പോർട്ടിൽ തന്നെയാവാം വാരാന്ത്യത്തിലെ തിരിഞ്ഞുനോട്ടങ്ങളിൽ. നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണ കമ്മീഷനുകൾക്ക് മേൽ അടയിരിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റേതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സർക്കാർ നിലപാടിലും ആരോപണ വിധേയരായ മന്ത്രി ഗണേഷ് കുമാറും മുകേഷ് MLAയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മഹിളാ കോൺഗ്രസും ജില്ലാ കമ്മിറ്റിയും നടത്തിയ പ്രതിഷേധ ജാഥ കാൽടെക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ടുകളിൽ സർക്കാർ നടപടിയെടുക്കാതെ ഇരകളെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. ചില റിപ്പോർട്ടിന്മേൽ നടപടിയൊന്നും എടുത്തില്ലെന്ന് മാത്രമല്ല, പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി പരാതി തന്നെ ഇല്ലാതാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. അതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടും ഇതേവരെ സംസ്കാരമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ല. ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും തയ്യാറായത്. ആ റിപ്പോർട്ടാകട്ടെ അപൂർണവുമായി. ഇടതുമുന്നണിയെ ബാധിക്കുന്ന തരത്തിൽ ഇടത് ചിന്താഗതിക്കാരെ ചിലരുടെ കൊള്ളരുതായ്മകൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും നാൾ പൂഴ്ത്തിവെച്ചതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. സംസ്കാരം തൊട്ടുതീണ്ടാത്ത സംസ്കാര മന്ത്രി, ആ മന്ത്രി എന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായ റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുത്തിട്ട് 2.5 വർഷമായി. നിങ്ങൾ മനസ്സിലാക്കണം, ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് 2.5 വർഷമെടുത്തു. കോടിക്കണക്കിന് രൂപ ചെലവുള്ള ഒരു റിപ്പോർട്ടാണത്. പൈസയല്ല, പണമല്ല ഇവിടെ വിഷയം. അതിലും മാരകമായ സംഭവങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഫീൽഡിൽ നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് ഹേമ? ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ്. അവരെല്ലാവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് 2.5 വർഷമെടുത്ത് സുതാര്യമായി നടത്തി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് 2.5 വർഷം അതിന്റെ മുകളിൽ കയറി അതാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ അടയിരുന്നവനാണ് കേരളത്തിലെ സംസ്കാരമില്ലാത്ത സംസ്കാര മന്ത്രി എന്ന് ആലോചിക്കണം. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ്, EP ശ്യാമള, അത്തായി പത്മിനി, TC പ്രിയ, KP വസന്ത, ധനലക്ഷ്മി PV, ചഞ്ചലാക്ഷി PV, ഉഷാകുമാരി, K ഉഷ, അരവിന്ദ്, ഷർമിള A എന്നിവരും സംസാരിച്ചു. നയരൂപീകരണ സമിതിയിൽ MLA മുകേഷിനെ ഉൾപ്പെടുത്തിയതിനെതിരെ ഷാഫി പറമ്പിൽ MP. ആരോപണ വിധേയരായവരാണ് സർക്കാർ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംവിധായകൻ രഞ്ജിത്തിനെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്താമായിരുന്നുവെന്നും ഷാഫി കുറ്റപ്പെടുത്തി. ഇതോടെ സർക്കാർ വേട്ടക്കാരോടൊപ്പം തന്നെയെന്ന് വ്യക്തമായി. ഇതിലും ഭേദം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് ചെലവഴിച്ച പണം CPM സർക്കാരിലേക്ക് തിരിച്ചടക്കണം. മന്ത്രിയോ MLAയോ മാത്രമല്ല, സർക്കാർ തന്നെ തുടരാൻ യോഗ്യനല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അല്ല, ഇപ്പം നയരൂപീകരണ സമിതിയിലും അവരെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ഇപ്പം ഇന്ന് രാവിലെ വാർത്തകൾ വരുന്നത് അല്ലേ? മുകേഷിനൊക്കെ ഉൾപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ രഞ്ജിത്തിനെ മാത്രമായിട്ട് ഒഴിവാക്കുന്നത് എന്തിനാ? ഇതാണ് സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ലീസ്റ്റ് ബോധേഡ് ആയിട്ടുള്ളത് ഈ ഗവൺമെൻറ്റാണ്. അതിനെ ഒട്ടും ഗൗരവത്തിലെടുക്കാത്തത് ഈ സർക്കാരാണ്.
അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും ഇപ്പം നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിൻ്റെ നയം വ്യക്തമാണ്. സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. പറയുമ്പോൾ ഞങ്ങൾ ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്കും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് കത്തിച്ചാൽ മതിയായിരുന്നു. അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. സർക്കാരാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന് തന്നെ പറയേണ്ടത്. ഇതിലിപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പം കുറ്റം ചെയ്താൽ നടപടി, അന്വേഷണം നടത്താതെ കുറ്റം ചെയ്താൽ നടപടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മന്ത്രിയുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ ആദ്യം ഇവരൊക്കെ ഒഴിയുന്നതിന് മുമ്പ് ആദ്യം ഒഴിയുന്നത് ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ് സജി ചെറിയാൻ. അവരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ ഇത് പിന്നെ സ്വമേധയാ അങ്ങ് തെളിഞ്ഞോളും, സർക്കാരിനൊരു ഉത്തരവാദിത്വം ഇല്ല, അന്വേഷണ സംവിധാനങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു ഒഴിയുകയാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ വാചകത്തിലെല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ സർക്കാർ നയം, വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുക എന്നുള്ള സർക്കാർ നയം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ ഏറ്റവും ഗൗരവമില്ലാതെ കണ്ടത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. അത് ഇത്രയും കാലം എടുത്ത സമയം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. ഈ സ്ത്രീ സുരക്ഷാ പരസ്യത്തിന് വേണ്ടി ഇവർ ചെലവഴിച്ച പണം CPM പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കണം. ഒരു വശത്ത് പൊതുനികുതി എടുത്തിട്ട് ഇതിനൊക്കെ ചെലവഴിക്കുക, അതേസമയം സർക്കാർ സംവിധാനത്തിൽ ഇരുന്ന് ഇത് മൂടി വെക്കുക. പിന്നെ എന്തിനാ ജനങ്ങളുടെ പണം അതിൻ്റെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെലവഴിക്കുന്നത്? ആ പണം CPM പിന്നെ പൊതുഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലയിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രയാസങ്ങൾ വരുന്ന തലമുറയെങ്കിലും അനുഭവിക്കാതെ രക്ഷപ്പെടണമെന്നതുകൊണ്ട് തന്നെ കൃത്യമായി അത് ഉന്നയിച്ചുകൊണ്ട് പത്രമീഡിയകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദപ്പെട്ട സർക്കാരും പോലീസും അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചിലത് പറയാനുണ്ട് എന്നതുകൊണ്ടാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഈ സ്വഭാവത്തിലുള്ള മാർച്ചുമായി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ റിപ്പോർട്ടിൽ മേൽ നടപടി സ്വീകരിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന പ്രശ്നമേൽ നടപടി സ്വീകരിക്കണമെങ്കിൽ ആളുകൾ പരാതി തരണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ FITU ജില്ലാ പ്രസിഡന്റ് C. മുഹമ്മദ് ഇംതിയാസ്, വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് സാജിദ മുഹമ്മദ്, ജനറൽ സെക്രട്ടറി ഷബാനി AP, സെക്രട്ടറി ഷമ്മി PC, ജില്ലാ കമ്മിറ്റി അംഗം ത്രേസ്യാമ്മ മാളിയക്കൽ എന്നിവർ നേതൃത്വം നൽകി. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N. കരുൺ അമ്മയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നു. മോഹൻലാലിന്റെ തീരുമാനം നല്ല മനസ്സോടെ. നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടനുണ്ടാകും. സർക്കാരിന്റെ നിർദ്ദേശത്തിനായി കാത്തു നിൽക്കുകയാണ്. സ്വയം മാറി നിൽക്കണോ എന്ന് മുകേഷ് തീരുമാനിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ്. അപ്പം അത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്കും. പ്രത്യേകിച്ച് മുകേഷിനോട് വേണോ അത് വേറെ ഒരു വ്യക്തി വേണോ എന്നുള്ളത് 10 അംഗങ്ങളുള്ള ഒരു സമിതിയാണ്. അത് ചിലരൊക്കെ നേരത്തെ തന്നെ റിസൈൻ ചെയ്യുകയും ചെയ്തു. അത് ഉദാഹരണമായിട്ട് രാജീവ് പറഞ്ഞു പുള്ളിക്കാരന് തിരക്കാണ്. അതുപോലെ മഞ്ജു വാര്യർ അങ്ങനെ രണ്ടുപേരും ഒഴിവായി. അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 7-8 മാസമായി. മഞ്ജുവാര്യരും രാജീവ് രവി അല്ലേ? രാജീവ് ഇപ്പോൾ ആദ്യമായി പറഞ്ഞില്ല. ഈ വാസ്തവത്തിൽ ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പം അവരുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ കാരണം അവർക്കുണ്ടല്ലോ കാണാൻ. അതുപോലെ തന്നെ WWCയിൽ ഞങ്ങളുടെ അംഗത്തിൽ പത്മപ്രിയ അത് ആ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പോളിസിയാണ്. ഇതൊരു ഒരർത്ഥത്തിൽ പോളിസി എന്ന് പറയുന്നത് ഇനിയൊരു 20 വർഷമെങ്കിലും നിലനിൽക്കുന്നത് പോളിസിയിലെ പ്ലാനിറ്റീസ് 20 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ അപ്പം അതിനകത്തുള്ള വ്യക്തത നമുക്ക്. അപ്പോൾ
ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ 20 വർഷം അതൊരു ഗൈഡൻസാണ്, അതൊരു ബൈബിളാണ്. ഫിലിമിൻ്റെ അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ്. ബൈബിളിനകത്തുള്ള കണ്ടന്റ് നമ്മളിപ്പം ബഹുമാനിക്കുന്ന പോലെ ഒരു എത്തിക്ക് ബഹുമാനിക്കുന്ന പോലെ ഇത് ബഹുമാനിക്കുന്നത്. ഇടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. രാഷ്ട്രീയ കൊടിയുടെ നിറം നോക്കിയാണ് സർക്കാർ സ്ത്രീ പീഡന പരാതിയുള്ളവർക്കെതിരെ നടപടിയെടുക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ കളക്ടറേറ്റ് മുമ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടവരുടെ പേര് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരം കോൺഗ്രസ് ഇനി നടത്തും. മുഖം നോക്കിയാണ് കേസെടുക്കുന്നതെന്നാൽ മുഖം നോക്കി നടപടി വന്നാൽ ശക്തമായ സമരം കോൺഗ്രസ് നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു. ഇടതുപക്ഷവുമായി ബന്ധമുള്ള ഒരുപാട് പേരുകൾ റിപ്പോർട്ടിലുണ്ട്, അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും സുധാകരൻ ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് CPM-നെ ബാധിക്കുന്നുവെന്ന് മുൻകൂർ പരിശോധന നടത്തിയിട്ടുണ്ട്. കുറ്റവാളികളിൽ ഏറെയും CPM ബന്ധമുള്ളവരുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂരുകാരനായ പ്രമുഖനും സമാന ആരോപണം നേരിട്ടയാളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ മറച്ചുവെച്ചിരിക്കുന്ന പേജുകളിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ശക്തമായ സമരം നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു. പക്ഷേ ആ ചോദ്യങ്ങളെ ഒന്നും തൊട്ടു നോക്കാൻ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട, ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് പകച്ചു നിൽക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ നിലനിന്നു പോവുകയാണ്. പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എടുത്തില്ല കേസ്, അറസ്റ്റ് ചെയ്തില്ല ഒരാളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട.
നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ, കൊച്ചുമക്കൾ, 3 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സുള്ള കുഞ്ഞുമക്കൾ, അവരെ കള്ളു കുടിച്ചു വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഏതിനാ നടപടി ഉണ്ടായത്? നടപടി ഉണ്ടായില്ല. ഈ റിപ്പോർട്ട് 2019 സമർപ്പിച്ച റിപ്പോർട്ടാ, ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. 4.5 വർഷം കഴിഞ്ഞ അത് തുറന്നു നോക്കിയത് 4.5 വർഷം കഴിഞ്ഞ. അതിനിടക്ക് ആ പറയുന്ന റിപ്പോർട്ട് മൊത്തം CPM-ന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ എൻക്വയറി നടത്തി അന്വേഷിച്ച് CPM-നെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു. അവസാനം നിർബന്ധം സഹിക്കവയ്യാതായപ്പോഴാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈയെടുത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നയം സുവ്യക്തമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. നിലവിൽ ഓൺലൈൻ വഴിയും നേരിട്ടും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തെന്ന് MV ജയരാജൻ പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുകേഷ് MLA സ്ഥാനത്ത് തുടരണമോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. കുറ്റം ചെയ്തവർ ആരായാലും സംരക്ഷിക്കപ്പെടില്ലെന്നും ജയരാജൻ പറഞ്ഞു. സിനിമാ മേഖലയിൽ തെറ്റായ ചില പ്രവണതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വനിതാ കൂട്ടായ്മയുടെ ഒരു പരാതി സർക്കാരിന് കിട്ടിയപ്പോൾ, WCCയുടെ പരാതി കിട്ടിയപ്പോൾ ഉടൻ അതിന്മേൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് LDF സർക്കാരാണ്. അത് രാജ്യത്താദ്യമാണ്. അതിനെ തുടർന്ന് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു, ഇതിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡം അനുസരിച്ച് പലതും പുറത്തു പറയാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം അന്ന് വിവരാവകാശ കമ്മീഷണറും പറഞ്ഞു റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല. എന്നാൽ തുടർന്ന് വിവരാവകാശ കമ്മീഷണറും പുതിയ വിവരാവകാശ കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞു സുപ്രീം കോടതി മാർഗരേഖ അനുസരിച്ച് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ പരസ്യമായി ജനങ്ങളെ സമക്ഷം അവതരിപ്പിക്കാവുന്നത്. അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിച്ചപ്പോ ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കി, എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കണം. അത് സർക്കാർ അക്ഷരം പ്രതി ഇപ്പൊ നടപ്പാക്കുകയാണ്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച ഏക സംസ്ഥാനം കേരളമാണ്. വിവരാവകാശ കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാട്ടിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ മാത്രമാണ് പുറത്തു വിടാതിരുന്നത് എന്നും ജയരാജൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലയിൽ CPM സംഘർഷമുണ്ടാക്കുന്നുവെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് പറഞ്ഞു. കണ്ണൂർ മാരാർജി ഭവനിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത തീവ്രവാദ സംഘടനകൾക്കായി ഹൈന്ദവരുടെ ഭക്തിപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവരുടെ ഭക്തിപരമായ ചടങ്ങുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നാടായ പെർളശ്ശേരിയിലും കണ്ണപുരത്തും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിനിടെയാണ് BJP പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരേ രീതിയിലുള്ള അക്രമമാണ് നടന്നത്. ശോഭായാത്രയ്ക്ക് ഏറിവരുന്ന ജനപിന്തുണയിലും സ്വീകാര്യതയിലും വെള്ളറിപ്പൂണ്ടാണ് അക്രമം നടത്തുന്നത്. അക്രമത്തിന്റെ പാത ഞങ്ങൾ സ്വീകരിക്കില്ല. CPM ഗ്രാമങ്ങൾ അവരുടെ തറവാട്ട് സ്വത്തുമല്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളിൽ ഭക്തി നിർഭരമായ ഒരു പരിപാടി നടത്താൻ അനുവദിക്കില്ല. ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏത് പരിപാടി ആയിക്കോട്ടെ അതിന് ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് CPM നേതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്താണ് നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം, പക്ഷെ വിവിധ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ട് പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ടില്ല. പോലീസിന്റെ കൺമുമ്പിലൂടെ പ്രതികൾ സഞ്ചരിക്കുകയാണ്. അതിനുശേഷമാണ് കല്യാശ്ശേരി ഉണ്ടാകുന്നത്. കല്യാശ്ശേരിയിലെ ഇന്നലെ ബാബു എന്ന് പറയുന്ന BJPയുടെ ബൂത്ത് പ്രസിഡന്റ്
അയാളുടെ അനൗൺസ്മെന്റ് ഈ ശോഭായാത്ര തുടങ്ങുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാജൻ എന്ന് പറയുന്ന CIT കാരനാണ് അനൗൺസ്മെന്റ് വാഹനത്തിന്റെ ഉടമ. ആ സാജൻ ഡ്രൈവറായിരിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ ആ വണ്ടി അടിച്ചു പൊളിച്ചു. സാജൻ പറയുന്നത് ഞാൻ CIT കാരനാണ്, എനിക്കറിയുന്നവരാണ് ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുള്ളത് എന്റെ വണ്ടി, ബാബുവിനെ മർദ്ദിച്ചവർ എനിക്ക് അറിയുന്നവരാണ്. അപ്പൊ ബാബു എന്ന് പറഞ്ഞ ബൂത്ത് ബസ്സിനെ മർദ്ദിച്ചു, അത് പോലീസിന് സാന്നിധ്യത്തിലാണ്. കണ്ണപുരം പോലീസ് സ്റ്റേഷൻ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുകയാണ്. കണ്ണവത്തും ഇതുതന്നെയാണ് അവസ്ഥ. SP-യോട് പരാതി പറഞ്ഞാൽ നോക്കാമെന്ന് പറയുക മാത്രമാണ് ചെയ്യുക. ഇതിനർത്ഥം നോക്കി നിൽക്കാമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും ഹരിദാസ് ചോദിച്ചു. ജില്ലാ ഭാരവാഹികളായ TC മനോജ്, UT ജയന്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കൈയൊഴിഞ്ഞ കണ്ണാടിപ്പറമ്പിലെ കല്യാണ ആലോചന യൂട്യൂബിൽ തരംഗമാകുന്നു. വർഷങ്ങളുടെ പ്രയത്നഫലമായി കണ്ണാടിപ്പറമ്പിലെ ഒരു കൂട്ടം യുവാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് പല മേഖലകളിലും തഴയപ്പെട്ടത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തളരാതെ യൂട്യൂബിൽ സിനിമ റിലീസ് ചെയ്യാനുള്ള മനോധൈര്യത്തിനുള്ള കയ്യടികളാണ് ഇപ്പോൾ ഇവർ ഏറ്റുവാങ്ങുന്നത്. 15 ദിവസം കൊണ്ട് 15 ലക്ഷത്തിലേറെ പേരാണ് യൂട്യൂബിൽ സിനിമ കണ്ടത്. വർഷങ്ങളുടെ പ്രയത്നഫലമായാണ് ഓരോ കുഞ്ഞു സിനിമകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഒരുപാട് പേരുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇത്തരം കുഞ്ഞു സിനിമകളിലൂടെ പുറം ലോകത്തെത്തുന്നത്. എന്നാൽ പലയിടങ്ങളിലും ഇത്തരക്കാർ തഴയപ്പെടുകയാണ്. ഇന്നും സ്റ്റാർ വാല്യൂ ഇല്ലെന്ന കാരണത്താലും കണ്ടന്റുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന കാരണത്താലും തഴഞ്ഞ പല സിനിമകളും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നും അവഗണനകൾ ഏറ്റുവാങ്ങിയ ഒരു കുഞ്ഞു സിനിമയാണ് കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന സിനിമയിൽ അഭിനയിച്ച നായകനും ഡയറക്ടറും ഒക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. സർ, ഈ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്നുള്ള ഈ സിനിമ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ OTT പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടോ അതോ മറ്റേതെങ്കിലും ഇതിൻ്റെ പബ്ലിസിറ്റി വരുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ അതോ സപ്പോർട്ടോ കിട്ടിയിട്ടുണ്ടോ? OTTൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് നിരുത്സാഹമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്വാളിറ്റി തന്നെയാണ് പടം ചെയ്തത്. പക്ഷേ എന്നാലും പല OTTക്കാരും അത് കണ്ടിട്ട് ഞാൻ ഒരാൾക്ക് ട്രെയിലർ അയച്ചു കൊടുത്തു. ട്രെയിലർ മാത്രം കണ്ടിട്ട് നമ്മളെ പടത്തിനെ കുറ്റം പറഞ്ഞ OTTക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ അതിൻ്റെ കട്ടിങ് ശരിയല്ല, കളർ ഗ്രേഡിങ് ശരിയല്ല, മ്യൂസിക് ശരിയല്ല, പിന്നെ അഭിനയിക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ പടം കണ്ടില്ലല്ലോ, പക്ഷെ നമുക്കത് കണ്ടാൽ മതി, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു രീതിയിലായിരുന്നു അവർ നമ്മളെ അപ്രോച്ച് ചെയ്തത്. പിന്നെ മാത്രമല്ല നമ്മൾ പിന്നെ പടം അയച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു റെസ്പോൺസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയച്ചിട്ട് കാണാതെ തന്നെ റിജക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലും ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മാത്രമല്ല, ഇങ്ങനെ പുതുതായിട്ട് പടം ചെയ്യുന്ന പല ആൾക്കാർക്കും ഇങ്ങനെ അവഗണന ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ അന്നും ഇന്നും തുടർന്നു വരുന്ന കല്യാണ മുടക്കികളായ കുറച്ചുപേരുടെ ജീവിതങ്ങളിലൂടെ കയറിയിറങ്ങിയ സിനിമ പ്രേക്ഷകർക്ക് നല്ലൊരു മെസ്സേജും അവസാനം സമ്മാനിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് അവർ അത്രയും അവഗണനകൾ ഉണ്ടായിട്ടും അവരത് പതറാതെ മുന്നോട്ട് പോയി. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. ജാതിമതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കപ്പെട്ടതായും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നിട്ടും സ്റ്റാർ വാല്യൂ ഇല്ലെന്നും കളർ ഗ്രേഡിംഗ് ശരിയല്ലെന്നും പറഞ്ഞ് തഴയപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് കുറച്ചുപേരുടെ വർഷങ്ങളുടെ അധ്വാന ഫലമാണ്. ചെറിയ ബജറ്റിൽ ഒരുക്കിയ ചിത്രം തിയേറ്ററിലെത്തിക്കാൻ കടമ്പകൾ ഏറെയായിരുന്നു ഇവർക്ക്. OTT പ്ലാറ്റ്ഫോമുകളെ സമീപിച്ചിരുന്നുവെങ്കിലും മുഖം തിരിച്ച മറുപടികളായിരുന്നു ഇവർക്ക് ലഭിച്ചത്. പലരും സിനിമ കാണുക പോലും ചെയ്തില്ല. എല്ലാവരും സിനിമയൊന്ന് കണ്ടുനോക്കുക പോലും ചെയ്യാതെ തിരസ്കരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് സാധാരണക്കാരന്റെ മോഹം യൂട്യൂബിലൂടെ പൂവണിയുന്നത്. നമ്മൾ ഒരുപാട് OTTയെ സമീപിച്ചെങ്കിലും അവരെല്ലാം റിജക്റ്റ് ചെയ്ത കാരണം നമ്മൾ അവസാനം യൂട്യൂബിൽ റിലീസ് ചെയ്യാന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം ഇറങ്ങിയ പോലും ഇത്രയും അധികം ആൾക്കാർ കണ്ട് തീരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ പൊതുവേ നമ്മൾ ഈ പാഷൻ്റെ പുറത്ത് എടുത്ത പടമാണ്. ഇത് കൂടുതൽ ആൾക്കാർ കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇതിൽ ലാഭത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണാം. അപ്പോൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 15 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു. അത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയാനുള്ളത്. പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് ആ സിനിമയെയും സ്വീകരിച്ചത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് 15 ദിവസം കൊണ്ട് 15 ലക്ഷത്തിലേറെ പേർ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന കണ്ടു തീർത്തത്. ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവർക്ക് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ മാറ്റിവെക്കാനുണ്ടെങ്കിൽ കാണണം കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന. ഇത് ജനങ്ങൾ ഈ സിനിമ പൂർണ്ണമായും നെഞ്ചേറ്റം ചെയ്തിട്ട് പല ആളുകളും അവഗണിച്ചിട്ടും നമ്മുടെ കാണികൾ ഇത് നെഞ്ചേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇത് കാണട്ടെ, ഷെയർ ചെയ്യട്ടെ. ഒട്ടനവധി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ
വീണ്ടും വീണ്ടും കാണട്ടെ എന്നൊരു അഭ്യർത്ഥന മാത്രം. വിലയിരുത്തണം എവിടെയാണ് സ്റ്റാർ വാല്യൂ ഇല്ലാതായി പോയതെന്ന്. നിങ്ങൾ തിരുത്തി എഴുതണം. ഇനിയും കടന്നുവരുന്ന കുറേയധികം നവാഗതരായ സംവിധാനങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രചോദനമാവും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. HMS സംസ്ഥാന സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖല അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്നു. നിർമ്മാണ മേഖലയിൽ പുതിയ പുതിയ പ്രതിസന്ധികൾ വരുന്നു. അതിനെങ്ങനെയാണ് സർക്കാർ പരിഹാരം കാണാൻ പോകുന്നത്? ഒന്ന്, ആ മേഖലയിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും കൊടുക്കാനും സർക്കാരിന് വ്യക്തമായ ധാരണകൾ വേണം. ഓരോ പ്രദേശത്തിനകത്തും വരുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്നൊന്നും അടിച്ചുകൂടാ. അതിനെ കാണാനും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആദിവാസി തൊഴിലാളികൾ മുതൽ നമ്മുടെ നാട്ടിലെ ഇതര മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തൊഴിലാളി ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ CPM പലപ്പോഴും വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് അവർ പറയുക. അവരൊരു ഘട്ടത്തിൽ ഇപ്പോൾ പുതിയ വിലയിരുത്തൽ നടത്തിയിട്ട് പറഞ്ഞു 40 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ഫലമായി തങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, സർക്കാർ ഇതിനെല്ലാം പണം ചെലവഴിക്കുന്നു, ഏതെല്ലാം രീതിയിൽ പണം നേടുന്നു? കിഫ്ബി വഴി നേടിയ പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ചെലവഴിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ പ്രത്യുൽപാദനപരമായ മേഖലകളിലേക്ക് ചെലവഴിക്കാനും ഇവിടെ വെയിലിലും മഞ്ഞിലും മഴയിലുമൊക്കെ നമ്മുടെ രാജ്യത്തെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കുറിച്ച് നമുക്കറിയാം. അത് മണൽ വാരൽ തൊഴിലാളിയായാലും കരിങ്കൽ കോറയിലെ തൊഴിലാളികളായാലും ചെങ്കൽ കോറയിലെ തൊഴിലാളികളായാലും അതുപോലെ സിമെന്റ് ഫാക്ടറിയിലെ തൊഴിലാളികളായാലും അതുപോലെ സ്റ്റീൽ നിർമ്മാണ തൊഴിലാളികളായാലും അങ്ങനെ വിവിധ മേഖലകൾ സമന്വയിപ്പിക്കുന്നതാണ് നിർമ്മാണ മേഖല എന്ന് കാണാൻ കഴിയും. MK കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ PP അബൂബക്കർ, സന്തോഷ് അഴീക്കോട്, അനൂപ് ജോൺ, കാരിച്ചി ശശീന്ദ്രൻ, കാഞ്ചന മാച്ചേരി, ഇംതിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വീഡനിലെ ഗോഥൻബർഗിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 20,000 മീറ്റർ അതിവേഗ നടത്തം റേസ് വാക്ക് മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ഹസീന അലിയമ്പത്തിന് ധർമ്മടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മാസ്റ്റേഴ്സ് മീറ്റിന്റെ ഭാഗമായി സ്വീഡനിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒളിമ്പിക് താരങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 7ാം സ്ഥാനത്തേക്ക് എത്തുകയും ഈ 7ാം സ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള വൻകിട നടത്ത മത്സരക്കാരോടൊപ്പം ചേർന്നുകൊണ്ടാണ് മത്സരിച്ചത്. ഈ 7ാം സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഹസീന ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഹസീനയെ ധർമ്മടം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി സൗത്ത് AEO ഓഫീസിൻ്റെ നിലയിലും അതുപോലെ തന്നെ NGO യൂണിയൻ്റെ നിലയിലുമെല്ലാം അവരുടെ സഹപാഠികളും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെയൊരു സ്വീകരണം നടത്തിയിട്ടുള്ളത്. ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വലിയ നേട്ടങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്ന ഹസീനയെയും ധർമ്മടത്തെ ജനാവലിക്ക് വേണ്ടി ഇവിടെ ആർദ്രമായി അനുമോദിക്കുക. ധർമ്മടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷീജ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MT മോഹനൻ, K ബിന്ദു, CV പുഷ്പ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാജി, സന്ദീപ് ദാസ് എന്നിവർ സംബന്ധിച്ചു. ദുബായിൽ നടന്ന 1ാമത് ഓപ്പൺ ലോക അത്ലറ്റിക് മീറ്റിൽ 3 സ്വർണവും കൊൽക്കത്തയിലെ ദേശീയ ഓപ്പൺ മാസ്റ്റർ വനിതാ 5000 മീറ്റർ നടത്തത്തിലും സ്വർണം നേടി ഇന്ത്യയിലെ മികച്ച നടത്തക്കാരിയായി. 2022 ബറോഡയിൽ നടന്ന ദേശീയ ഓപ്പൺ അത്ലറ്റിക് വനിതാ വിഭാഗത്തിൽ 3000 മീറ്റർ റെക്കോർഡ് ജേതാവിനെ പിന്നിലാക്കി കേരളത്തിന് വേണ്ടി ജയം നേടി. തലശ്ശേരി സൗത്ത് AE ഓഫീസ് ജീവനക്കാരിയായ ഹസീന ധർമ്മടം പാലയാട് സ്വദേശിനിയാണ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.